ഹായ്, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 6 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിർമ്മിച്ച മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഇതുപോലുള്ള വീഡിയോകൾ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. 3.5 സെൻറ്റിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയാണ് വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ലൊക്കേഷനിൽ നിന്നും ഇടപ്പള്ളി ടൗണിലേക്ക് ഏതാണ്ട് ഒരു 9 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കാക്കനാട് ഇൻഫോ പാർക്കിലേക്കാണെങ്കിൽ 6 കിലോമീറ്റർ ദൂരവും, കളമശ്ശേരിയിലേക്ക് 7 കിലോമീറ്റർ ദൂരവും, തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് 500 മീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. വീടിൻ്റെ മുൻവശത്തെ റോഡ് ഇൻ്റർലോക്ക് ചെയ്തും വീടിൻ്റെ മുറ്റത്തെ ടൈലുകൾ പോളിഷ് ചെയ്ത് അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകുന്നതാണ്. ഒരേ സമയത്ത് തന്നെ 2 വലിയ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വീടിൻ്റെ മുൻവശത്ത് ലഭിക്കുന്നുണ്ട്. വാട്ടർ സോഴ്സിനായി നൽകിയിരിക്കുന്ന കിണർ വെള്ളമാണ്. മാത്രമല്ല കേബിൾ കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. കിഴക്ക് ദർശനമായാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു മെയിൻ ഡോറ് വീടിന് നൽകിയിരിക്കുന്നത്. ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും അടുത്ത എൻട്രി വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഒരു 6-8 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് എല്ലാം ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം ധാരാളമായി തന്നെ നൽകിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായി സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ഇവിടുത്തെ വാഷ് കൗണ്ടർ, ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. സെറയുടെ സാനിറ്റൈസേഴ്സുകളാണ് കേട്ടോ അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ കിച്ചൺ ഒന്ന് കാണാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കിഴക്കോട്ടാണ് കുക്കിംഗ് ചെയ്യുന്ന ഒരു ദിക്ക് വരുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോകാം. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല വാർഡ്രോബ് സൗകര്യവും ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. വലിയൊരു കിങ് സൈസ് അല്ലെങ്കിൽ ഒരു ക്വീൻ സൈസ് ബെഡ് ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ബാത്റൂം ആണെങ്കിലും അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗ്യാരണ്ടിയോട് കൂടിയ സാനിറ്റൈസേഴ്സുകൾ മാത്രമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസ് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് നൽകിയിരിക്കുന്നത്. ക്യാൻഡിലിവർ സ്റ്റെയർകേസ് ആണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷുള്ള ടൈൽസും ഹാൻഡിലിനായി GS കോട്ടും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ഒരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് ഒരു TV യൂണിറ്റ് എല്ലാം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. ഇവിടെയും ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്ന വലിയ വെട്രിഫൈഡ് ടൈൽസുകൾ തന്നെയാണ് ഇവിടെയെല്ലാം ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. മൾട്ടിവുഡിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. 2 ബെഡ്റൂമുകളാണ് കേട്ടോ നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടുത്തെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ഇവിടെയും ചെയ്തിരിക്കുന്നു. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. വാൾഡ്രോഫിൻ്റെ വർക്കുകളും നടന്നിട്ടുണ്ട്. ബാത്റൂം ആണെങ്കിലും അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് ബാത്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിന് ടോട്ടലായി വരുന്ന 3 ബെഡ്റൂമുകളാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യവും കൂടാതെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയൊരു ബെഡ്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും ഏതാണ്ട് ഒരു 10-12 എന്ന അളവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ബെഡ്റൂമുകൾ കൂടാതെ ഒരു ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയും നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 6 കിലോമീറ്റർ മാത്രം ദൂരത്തായി കുഴുവേലിപ്പടി എന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്.
ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയയാണ് നമ്മൾ ഈ കാണുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക ഏരിയ എല്ലാം അവിടെയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഒരു ബാൽക്കണിയും നമുക്ക് ഈ വീടിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3.5 സെൻറ്റിൽ 1600ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും 2 കാർ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയ മനോഹരമായ വീട് ഫ്ലഡ് ബാധിക്കാത്ത ഒരു മനോഹരമായ ഏരിയയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ വില വരുന്നത് 72 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിന് ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളിലെയും ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.